നിനക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. സത്യം പറഞ്ഞാൽ ചുറ്റുപാട് ഇപ്പോഴാണ് ഉണ്ടായത് അപ്പൂപ്പ. എന്തെങ്കിലും കാണാതെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? അവരെത്രയാ ചോദിക്കുന്നത്? ചോദിച്ചില്ലെങ്കിലും നമ്മളൊരു 50 പവനെങ്കിലും കൊടുക്കണ്ടേ? പ്രഭാകര, അല്ല 50 പവൻ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല. ഒരു 75 പവൻ വരെയൊക്കെ കൊടുക്കാം. ചിറ്റപ്പൻ പറയുന്നതാണ് അതിന്റെ ശരി. പിന്നെ ആഭരണത്തിന്റെ കൂടെ ഒരു 50,000 രൂപയെങ്കിലും പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണ്ടേ? പ്രഭാകര, 75 പവന്റെ ആഭരണം കൊടുക്കുന്ന സ്ഥിതിക്ക് 50,000 പോരാ, 1,00,000 കൊടുക്കണം. കല്യാണ ചെലവിനും കാശ് വേണമല്ലോ. ആനെ മേടിക്കാമെങ്കിൽ പിന്നെ തോട്ടിക്കാതോടാ പ്രയാസം വരാ. അല്ല അപ്പൂപ്പ, ഒരു 2000 പേർക്കെങ്കിലും സദ്യ കൊടുക്കണ്ടേ? 54 ഏക്കറുള്ള സ്ഥിതിക്ക് നമുക്കൊന്നും കുറയ്ക്കാൻ വയ്യല്ലോ. പ്രഭാകര, ഓ, എന്താ നിന്റെ അഭിപ്രായം? എന്തിനാ 2000 ആയിട്ട് ചുരുക്കുന്നേ? ഒരു 3000 പേരെയൊക്കെ ന്യായമായിട്ടും വിളിക്കാം. ആ, മാങ്കോയിക്ക് തറവാട്ടുകാർക്ക് കൊടുത്തേ ശീലമുള്ളൂ. അപ്പൂപ്പ, കല്യാണം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിയോ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണോ? പ്രഭാകര, ഇതെന്തിനാ എല്ലാത്തിനും എന്നോട് ചോദിക്കുന്നു? അല്ല, ചിറ്റപ്പൻ കൂടെ ഒന്ന് ഉഷാറായി നിന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് മനസ്സിലായി. ആഡിറ്റോറിയമാ മോനെ നല്ലത്. അല്ല അപ്പൂപ്പ, ഈ AC ഓഡിറ്റോറിയം ആയാലേ മന്ത്രിമാരൊക്കെ വരാനുള്ളതല്ലേ? ആ എണ്ണങ്ങളെ മാത്രം കേറ്റിപ്പോരുത്. രാഷ്ട്രീയക്കാരില്ലാതെ നടത്താമെങ്കിൽ നടത്തിയാ മതി. മന്ത്രിമാര് മണ്ടത്തിൽ എഴുന്നള്ളിക്കാതെ നോക്കൂല. ഇക്കാര്യത്തിൽ അപ്പൂപ്പന്റെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. എന്റെ വക്കത്തപ്പാ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? പെങ്ങള് പറഞ്ഞത് നേരാണോ? ഞാൻ എന്തിനാ ഫൽഗു കള്ളം പറയുന്നത്? വല്യണ്ണ എല്ലാം സമ്മതിച്ചു. പ്രഭാകരൻ പിന്താങ്ങുകയും ചെയ്തു. അവൻ എന്റെ മകനാണോന്നാ എനിക്കിപ്പോ സംശയം. നീ എന്തൊക്കെയാണ് ഈ പൊലമുന്നത്? ഒരു പെണ്ണിറങ്ങി പോകുന്ന കാര്യല്ലേ, നടക്കട്ടെ. ആ, കൗസല്യയുടെ കാര്യത്തിലും വല്യണ്ണ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. മറ്റുള്ളവരൊക്കെ കാര്യം നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനായി കിടക്കുന്നത്? എനിക്കും അത് ഓർത്തിട്ട വിഷമം. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കുമ്പോ നിനക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വന്നല്ലോ. നീ വിഷമിക്കണ്ട ഫൽഗു. ജലജ അവിടെ വന്ന് നിന്റെ അനുഗ്രഹം മേടിച്ചിട്ടേ മണ്ഡപത്തിലേക്ക് പോകും. ആ, അനുഗ്രഹിക്കാനും കൈ പൊങ്ങണ്ടേ? അതിന് കുഴപ്പമില്ല പെങ്ങളെ. ഈ ഇടത്ത കയ്യിലേക്ക് നോക്കിയേ, കണ്ട കണ്ട കണ്ട, ഇപ്പൊ ഈ വിരലൊക്കെ അനങ്ങും. ശരിയാ, കുറേശ്ശെ കൈയും പൊങ്ങും. പെങ്ങളെ, ഞാൻ ഇന്നാള് പത്രത്തിൽ വായിച്ചതാ, ജപ്പാനിലെ ഇതുപോലെ ഒരുത്തൻ 8 വർഷം ഒരേ കിടപ്പ് കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പയറ് പോലെ നടന്നു പോയെന്ന്. ആ, അപ്പൊ നിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കോടാ ഫൽഗു? ഈ പോക്ക് പോവാണേല് ഒരു ദിവസം ഞാനും അങ്ങ് പൊങ്ങും. അപ്പൊ ഇനി നല്ലൊരു മുഹൂർത്തം നിശ്ചയിക്കണം. മേഡം അടുത്ത ചിങ്ങത്തിലായാലോ പ്രഭാര? ചിങ്ങമെന്ന് പറഞ്ഞ അത് ഒരുപാട് നീണ്ടുപോയി. ശുഭസ്യ ശീഘ്രം എന്നല്ലേ അപ്പൂപ്പൻ എപ്പോഴും പറയാറുള്ളത്. വലിച്ചോ? ഓ, ബാക്കി കാര്യത്തിലൊക്കെ ഏർപ്പാടായി. പക്ഷെ പയ്യനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പയ്യൻ ഡോക്ടർ, എഞ്ചിനീയർ. അല്ല, ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ ഈ പറഞ്ഞ തുകയൊന്നും കൊടുത്താൽ പോരല്ലോ. നമ്മള് ഇപ്പൊ തീരുമാനിച്ച വ്യവസ്ഥകൾക്ക് ഒതുങ്ങുന്ന ഒരു പയ്യനെ കണ്ടുപിടിക്കണം. പയ്യനെ കണ്ടുപിടിക്കണോ? അതെന്താടാ, അവൻ ഒളിഞ്ഞു പോയോ? വല്യച്ഛന് മനസ്സിലായില്ലേ? ഇല്ല. ചെറുക്കൻ ഇതുവരെ ആയിട്ടില്ല. ഇനി വേണം കണ്ടുപിടിക്കാൻ. അതെന്നെ ഏർപ്പാടാടാ. ആ ഏർപ്പാടിന്റെ പേര് കാള വെറ്റു കയറെടുത്തു. ഇല്ല ധാരാവാ? അതല്ല അപ്പൂപ്പ, അപ്പൂപ്പനോടൊരു വാക്ക് ചോദിച്ചിട്ട് പയ്യനെ അന്വേഷിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ആലോചനയുമായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ അപ്പൂപ്പ? ഇതെന്ത് ചോദ്യമാടാ മോനെ? ജലജയ്ക്ക് ഒരു നല്ല ആലോചന വന്ന അപ്പൂപ്പൻ വേണ്ടാന്ന് പറയുമോ? നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, എല്ലാം മംഗളമായിരിക്കും. എന്റെ ശ്രീപത്മനാഭ, ഇന്നലെ വരെ ഇല്ലാത്ത ഓരോ ശീലങ്ങള്. അവരെന്തിനാടാ പ്രഭാര തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ അഭിപ്രായം ചോദിക്കുന്നത്? അതിനൊരു സുഖമില്ലേ? ആ, കാരണവരുടെ സ്ഥാനത്ത് നിർത്തി അഭിപ്രായം ചോദിക്കുന്നതിൽ സുഖമില്ലാതില്ല. എന്നാലും അവന്മാര് പറഞ്ഞത് എല്ലാം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. 54 ഏക്കറിന്റെ കാര്യം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതെന്തുവാടാ? 54 ഏക്കർ അല്ല, പിന്നെ 54 ഏക്കർ 18 സെന്റ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്തുവാടാവേ? ഈ അറുമുഖൻ തമ്പിയും വല്യച്ഛനും തമ്മിൽ എന്തോ ഏർപ്പാട്? അല്ല, അത് പിന്നെ
വല്യച്ഛൻ പറയണം. അവൻ എനിക്കൊരു അനിയനെ പോലെ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന അവന് കൊട്ടാര വക റബ്ബർ തോട്ടത്തിന്റെ മേൽനോട്ടം തമ്പുരാട്ടിയോട് പറഞ്ഞ് തരവാക്കി കൊടുത്ത ഞാന് അത് വലിയ കടപ്പാടായിട്ട് കൊണ്ട് നടക്കുക തടിയൻ പാവം. പിന്നെ അതിന്റെ പേരില് ഉടുപ്പ് മേടിയില് മുണ്ട് മേടിയില് എന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ശകലം ചില്ലറ എന്നെ വെച്ച് തരും. നിങ്ങളറിഞ്ഞ കുറച്ചിലാണല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ പിന്നല്ലാതെ. പക്ഷേ മറ്റുള്ളവർ ധരിച്ചിരിക്കുന്നത് ആ, അങ്ങനല്ല. ആ. നിങ്ങൾ തമ്മിൽ വേറെ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടെന്നാണ്. ഏ? ആ ധാരണ മുതലെടുത്തുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അറുമുഖം തമ്പി അച്യുതക്കുറിപ്പ് പടത്തലവൻ എഴുതുന്ന പോലെ ഒരു കത്ത് ഞാൻ അങ്ങ് എഴുതി. നീ എന്തോന്ന് എഴുതി? വല്യച്ഛന്റെ പേരിൽ 54 ഏക്കർ 18 സെന്റ് പുരയിടമുണ്ടെന്നും ഇനി നോക്കി നടത്താൻ തമ്പിക്കാവില്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് തിരിച്ചെടുക്കണമെന്നും കാണിച്ചുകൊണ്ട് ഒരു കത്ത്. എന്നിട്ടത് എനിക്ക് കിട്ടിയില്ലല്ലോ പ്രഭാര. അത് കിട്ടേണ്ടവർക്കൊക്കെ കിട്ടേണ്ടിടത്തൊക്കെ കിട്ടി. അതുകൊണ്ടല്ലേ ഇന്നലെ വരെ പന്ത് പോലെ തട്ടിയിരുന്നവർ ഇപ്പൊ വല്യച്ഛനെ സ്നേഹം കൊണ്ട് മുപ്പതിയുന്നത്. ഓ, നീ എന്തിനാടാ ഈ കൊലച്ചത് ചെയ്തത്? വല്യച്ഛനെ ഞാൻ എന്നെ കണ്ടതുകൊണ്ട്. വല്യച്ഛന്റെ ഈ അവസ്ഥ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഭാര്യയുടെ മുമ്പിൽ, അച്ഛന്റെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ. പണമില്ലാത്തവന് ഒരു വിലയില്ല വല്യച്ഛ. എഴുത്ത് കള്ളവാന്നറിയുമ്പോ പഴയതിനേക്കാളും മോശമായിട്ട് എന്നിട്ട് തട്ടത്തില്ലയോ പ്രഭാര? അതിന് കള്ളമാണെന്ന് ആര് പറയാൻ പോകുന്നു? ഇക്കാര്യം നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇപ്പൊ അറിയാവൂ. വല്യച്ഛനായിട്ട് പുറത്ത് ആരോട് എഴുന്നള്ളിക്കായിരുന്നാ മതി. അല്ലടാ ജലജയുടെ കല്യാണക്കാര്യം കയറി മുറിയാലോ. എന്റെ കാശുണ്ടെന്നുള്ള ധാരണയിലാണല്ലോ അവരിപ്പോ മുമ്പോട്ട് പോകുന്നത്. ചെറുക്കനെ പോലും തീരുമാനിച്ചിട്ടില്ല, പിന്നല്ലേ കല്യാണം. ഇതൊക്കെ വല്യച്ഛന്റെ കയ്യിൽ നിന്ന് കാശടിക്കാനുള്ള ഒരു അഥവാ. പിന്നല്ലാതെ. അഥവാ ഇനി ചെറുക്കനെയും കൊണ്ട് അവര് വന്നാലോ? അത് വന്നാ നോക്കപ്പ കാണാം. ആ, പക്ഷേ എന്നോട് ആലോചിക്കാതെ ഒരു കാര്യത്തിനും ഒരിടത്തും വല്യച്ഛൻ തല കുലുക്കരുത്. ഇല്ലടാവേ, ഇനി നീ പറയാതെ എന്റെ തല അണങ്ങത്തില്ല. അങ്ങനാണേല് 1000 പൂർണ്ണചന്ദ്രനെ കാണുന്നവരെ രാജാവായിട്ട് ഇതുപോലെ സുഖിച്ചങ്ങ് ജീവിച്ചട്ടെ. എന്റെ ശ്രീനാഥ. എന്റെ മോളെ, എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്ക്. ഇനിയും ഞാൻ ഈ കിടപ്പിവിടെ കിടന്നാ ശരിക്കും കിടന്നു പോവേ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാച്ചാ? പ്രഭയല്ലേ ഇപ്പൊ അച്ഛനെ നോക്കുന്നത്. അവിടെയല്ലേ എന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞത്. അനങ്ങാൻ പറ്റാതെ കിടത്തി കളഞ്ഞില്ലയോ അവൻ. ഞാൻ ഈ കിടപ്പ് കിടക്കുകയും മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോവുകയും. എന്റെ വയ്ക്കത്തപ്പ, നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തീ കൊടുത്ത് എന്നെ ഒന്ന് നടത്തിച്ചേ പറ്റൂ. പ്രഭേ, അച്ഛനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തു. നല്ല ചേഞ്ച് ഉണ്ട്. കൈക്കും കാലിനും ഒക്കെ സെൻസേഷൻ ഉണ്ട്. നമുക്കൊന്ന് നടത്തിച്ചു നോക്കിയാലോ? നടക്കുവോ? നടക്കുന്ന എനിക്ക് തോന്നുന്നത്. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ നാടകം പൊളിച്ചാലെങ്ങനെ? നാടകോ? പ്രഭ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛന്റെ വക്രബുദ്ധിക്ക് കൂട്ടുനിന്നപ്പോ നീ വഞ്ചിച്ചത് നിന്റെ പ്രൊഫഷനെ. MBBS കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ ഉരുവിടുന്നൊരു സത്യവാചകം ഉണ്ടല്ലോ, അതാ നീ മറന്നത്. എല്ലാം പോട്ടെ, ഞാൻ കഴുത്തി താലി കെട്ടി എന്റെ ഭാര്യയിൽ എഴുതി. കുറെ കണ്ണീര് കളഞ്ഞത് മിച്ചം. ഇനി എന്തോത്തിനാ നമ്മളിവിടെ നിൽക്കുന്നേ? പെട്ടി എടുത്തോ മോളെ, നമുക്ക് പോവാം. എന്താ ഇത്ര വൈകിയത്? വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയി. പിന്നെ വേറെ ഊടുവഴികളിലൂടെ എവിടെ എത്തിയത്? അവരൊക്കെ എത്തി. ആരെ? നീ കാര്യം എന്താന്ന് പറയടാ. ജലജയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പൂപ്പ. അവരൊക്കെ അപ്പൂപ്പനെ കാത്തിരിക്കുക. അല്ല,
ഞാൻ പ്രഭാകരനോടൊന്ന് ചോദിക്കാം. അതിന് ചിറ്റപ്പൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൂപ്പൻ വന്നാട്ടെ, അവര് വന്നിട്ട് ഒരുപാട് സമയമായി. അല്ല അത് അയ്യോ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇത് എപ്പോ തുടങ്ങിയതാ? നീ അപ്പൂപ്പനിങ്ങ എത്തി. അച്യുതക്കുറുപ്പ് പടത്തലവന്റെ ചെറുമോളാണ് കുട്ടീന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ വേറൊരു ചടങ്ങ് മാത്രം. മാങ്കോയിക്കൽ തറവാടായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ആ ഇപ്പോഴത്തെ കാലമല്ലേ, ഇവർക്ക് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിലേ നമുക്ക് അല്പനേരം പുറത്തേക്ക് നിൽക്കാം. ആയിക്കോട്ടെ. അപ്പൂപ്പൻ വന്നേ. അപ്പൂപ്പന് പയ്യനെ ഇഷ്ടപ്പെട്ടോ? പയ്യൻ കൊള്ളാം, പക്ഷേ നല്ല തറവാട്ടുകാരനാ, ബാങ്കിലാ ജോലി, മറ്റ് പ്രാരാബ്ധങ്ങളൊന്നുമില്ല, ഒറ്റ മകൻ. ഈ ബന്ധം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യ. എന്നാലും പ്രഭാകരനോടൊന്ന് പറയാതെ. അപ്പൂപ്പൻ ഒരാൾ ഇഷ്ടപ്പെടാനും ചിറ്റപ്പന്റെ അനുവാദം വാങ്ങണോ? സമയമാവുമ്പോ എല്ലാം പറയാമെന്നേ. ആ അല്ല, നിനക്കിഷ്ടമായോ? ഈശ്വര, എല്ലാം മംഗളമായ മതിയായിരുന്നു. അപ്പൂപ്പ അവരൊക്കെ പോകാനൊരുങ്ങി. വന്നാട്ടെ. മോനെ ആ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. സഹദേവനോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. മേടം 10 കഴിഞ്ഞാ പിന്നെ ഒരു മുഹൂർത്തം കിട്ടാൻ പാടാ. ആ ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പോവാ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ? മാങ്കോയിക്കൽ തറവാട്ടുകാരൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ആ അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ വല്യച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? എന്നോട് ചോദിക്കാതെ അവിടെ പോകാൻ ആര് പറഞ്ഞു? ഞാൻ പോയതല്ല, ആ നകുലൻ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാ. നീയാണെ സ്ഥലത്തുമില്ല. അവിടെ ചെന്നപ്പോഴല്ലയോ കെണി പെട്ടെന്ന് മനസ്സിലായത്. ഇനി ഇപ്പൊ കെണിപ്പെട്ടു പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആ വരുന്നൊക്കെ അനുഭവിക്കാൻ തയ്യാറായിക്കും. എടാ പ്രഭാര, നീ എന്നെ എങ്ങനെയും സഹായിച്ചേ പറ്റൂ. പണം കൊടുക്കേണ്ട തീയതിക്ക് വരെ ധാരണയായി. ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പണത്തിന് ഞാനവിടെ പോവാനാ? വല്യത്തിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്നോട് ചോദിക്കാതെ എങ്ങും തലയാട്ട്. പറന്നാള് കഴിഞ്ഞാൽ അന്നേ കാശിക്ക് പോയാ മതിയായിരുന്നു. ഈ തൊന്തറവൊന്നും വരികയില്ലായിരുന്നു. ഇനിയിപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. അയ്യോ, വീണ്ടും അവർ തട്ട് തുടങ്ങും, ഫുട്ബോൾ പോലെ. അനുഭവിച്ചു. പിന്നെ കൊച്ചുമോടെ കല്യാണമാ മാങ്കോയ്ക്ക് വലിയ പടത്തലവൻ മുടക്കിയിരിക്കുന്നേ, ഓർത്തോ? എന്റെ ശ്രീപത്മനാഭ,